ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നൊരു അടിപൊളി വ്ളോഗാണ്. കാരണം ഇന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്, ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്തേക്ക്. എങ്ങോട്ടാ പോണേ? ബീച്ചിക്കാ? നമ്മളെ പറയുന്നത് ബീച്ചിക്കാണ്. സോ ഇന്ന് നമ്മൾ അടിപൊളി സ്ഥലത്ത് പോവാം, നമുക്ക് കാണാൻ എവിടെക്കാണെന്ന്. അപ്പോൾ സോ എക്സൈറ്റഡ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? അപ്പോൾ നമ്മൾ ഇറങ്ങി, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇത്തിരി ഒരു കുഞ്ഞ് ലേറ്റായി. പിന്നെ ഇന്ന് മൺഡേ മോർണിംഗ് ആയതുകൊണ്ട് ഹെവി ട്രാഫിക് ഉണ്ട്. ഇപ്പോഴും ഇവിടെ എത്തിയിട്ടുള്ളൂ. നിങ്ങൾ രാവിലെ എങ്ങനെ പോലും സാധാരണ ഈ ടൈമിൽ ഇത്ര ട്രാഫിക്കോ? അപ്പോൾ രാവിലെ എന്തെങ്കിലും സോ നല്ല മൺഡേ മോർണിംഗ് ആയതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ട്. അതുകൊണ്ട് ഇത്തിരി ലേറ്റായി. പിന്നെ അപ്പോൾ നമ്മൾ പോണത് കാണാൻ വയ്യ കാണാം. പിന്നെ നമ്മളുടെ ഔട്ട്ഫിറ്റൊക്കെ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവില്ലേ, ലൈക്ക് സ്വിമ്മിങ് പൂളോ ബീച്ചോ ലൈക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്ന്. ഏകദേശം ആ ഒരു അല്ലേ, അതൊക്കെ തന്നെയാണ്. പിന്നെ അപ്പോൾ കാണാം. നമ്മളെ എൻട്രൻസ് കാണുന്നുണ്ടാവും. ഇതാ അപ്പം ഗൈസ് പാംചുമേരിയിലുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. ഈ ബോർഡ് കണ്ട എല്ലാവർക്കും മനസ്സിലാവും ഏകദേശം ഇപ്പൊ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. ഓ നമ്മള് പാംചുമേരിയിലേക്ക് എൻ്റർ ചെയ്തു. നമ്മള് പാംചുമേരിയിലെ അറ്റ്ലാന്റിസ് പാം എന്നുള്ള ഹോട്ടൽ ഇതാ. സോ നമ്മള് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ ഡെസ്റ്റിനേഷന്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എങ്ങോട്ടാ പോകുന്നത്. ബീച്ച് അറ്റേറില് സോ നമ്മളെത്തി. ഈ ടണല് നമ്മൾ അണ്ടർ വാട്ടർ അല്ലേ? സോ ഗൈസ് അണ്ടർ വാട്ടർ ടണലാണ്. ഇപ്പം നമ്മൾ കടലിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോണത്. തള്ളല്ല കേട്ടാ, സത്യമായിട്ടും കടലിൻ്റെ ഉള്ളിൽ കൂടി തന്നെയാണ് പോണത്. കടലിൻ്റെ ഉള്ളിൽ കൂടി തന്നെ അല്ലേ? ഓക്കെ, പാംചുമേര ഓൾറെഡി കടലിൻ്റെ മേലെ ഉണ്ടാക്കി. അപ്പം അതിൻ്റെ ഉള്ളിൽ ഒരു ടണൽ പറഞ്ഞാൽ എന്തായാലും വെള്ളത്തിൻ്റെ അടി കൂടി തന്നെ അല്ലേ? അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ബസ് കയറി പോകാം. അവിടെ എത്തിയിട്ട് കാണാം ഗായ്സ്. അമറ എങ്ങട്ടാ? ബീച്ചിക്കാ? ഇവിടെ നമ്മൾ പാർക്കിങ്ങിൽ കാർ ഇട്ടിട്ട് പിന്നെ ഇവിടുന്ന് ഷട്ടിൽ ബസ് കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളെ പോലെ തന്നെ ഒരുപാട് വേറെയും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ബസ് കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷന് അറ്റ്ലാന്റിസ് പാമിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അങ്ങോട്ടാണ് ബസ് പോകുന്നത്. നമ്മളെ കൂടെ ഒരുപാട് വേറെയും പാസഞ്ചേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഓ ഹായ് ഹായ് ഹായ്. സോ ഗൈസ് നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തി. അപ്പോൾ നമ്മളെ വ്ളോഗിലെന്തൊരു പുതിയൊരു ഗൈസ് നമ്മളെ വ്ളോഗിലൊരു പുതിയൊരു അതിഥി കൂടി ഉണ്ട്. കുറേ അതിഥിമാരുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ അക്വഞ്ചർ വേൾഡാണ്. നമ്മൾ അക്വഞ്ചറിൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വ്ളോഗ് മൊത്തം അക്വഞ്ചറിലാണ്. ഒരുപാട് നല്ല അടിപൊളി കാഴ്ചകളാണ്. ഓക്കെ, അമറ റിൻഷൻസ് ഹലോ. അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ അസം അസമും നമ്പറാണ് ഇന്നത്തെ താരങ്ങളൊക്കെ. കമാൻ കമാൻ അസം നമ്മൾ അല്ല അങ്ങോട്ട് വന്നു. നിങ്ങള് എന്തിനാ വന്നു? നമ്മള് നല്ല വെയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒന്നും ഇരിക്കാൻ പറ്റൂല. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാണ്. കോവഞ്ചർ ഉള്ളിലത്തെ ഓരോ കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. അവർ നടന്ന് പോകുന്നുണ്ട്. നോക്കാം.
ഒരുപാട് റൈഡുകളുണ്ട്, ഒരുപാട് സ്കെയറി ആയിട്ടും അതേപോലെ തന്നെ ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നതും അതേപോലെ തന്നെ ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരുപാട് റൈഡുകളുണ്ട്. ഇതൊക്കെ അങ്ങനത്തെ ഓരോ റൈഡുകളാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് റൈഡുകളുണ്ട്. മേലെ ഒരുപാട് ഹൈറ്റ് നിന്നൊക്കെയാണ് ഇതൊക്കെ വരുന്നത്. അടിപൊളിയാണ്. എല്ലാവരും മസ്റ്റ് വിസിറ്റായിട്ട് പോകുന്നത്. അടുത്ത റൈഡിൽ കയറാൻ പോകാം. ഇവിടെ അക്കവഞ്ചിൽ ഒരുപാട് സ്ഥലമുണ്ട് നമ്മൾക്ക് കവർ ചെയ്യാണ്ട്. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഭാഗത്ത് ഓരോ ടവേഴ്സാണ്. അപ്പോൾ ഓരോ ടവേഴ്സിൽ നിന്നാണ് ഓരോ സ്ലൈഡ്സും കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ ഓരോ ടവേഴ്സിൻ്റെ ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ ആ ടവർ കണ്ട, ഇപ്പോൾ നമ്മൾ ട്രൈഡൻ ടവറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പല പല ഭാഗത്തായിട്ട് ഓരോ ടവറും ആ ടവറിനെ ലൊക്കേറ്റ് ചെയ്തിട്ട് ഒരുപാട് സ്ലൈഡ്സും ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ടവറിലോട്ട് പോകും, അവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസും സ്ലൈഡ്സും കംപ്ലീറ്റ് ആക്കും. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ നമ്പർ മാത്രമേ ഉള്ളൂ. വെച്ചാൽ അവരൊക്കെ റൈഡ് കയറാൻ പോയി. അപ്പോൾ നമ്മൾ പുറത്ത് നിൽക്കണം. അതാണ് സിസ്റ്റം. കുട്ടികളെ ഒറ്റക്കാക്കി പോകാൻ പറ്റില്ലല്ലോ. ഇത് നമ്മൾ നമ്പർ തന്നെ ഒരു സ്ലൈഡ് കയറ്റിട്ട് നമ്മൾ താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സീനാണിത്. അപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം ചെറിയൊരു സ്ലൈഡാണ്. അപ്പോൾ അതിലവളെ കയറിയ സീനാണത്. പിന്നെ നമ്മൾ ഇതാ ഓരോന്നായിട്ട് ഓരോ സ്ലൈഡ്സ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഇത് മാറ്റായിട്ട് പോകുന്ന സ്ലൈഡാണ്. അവിടെ പോയി അത് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ ഓരോ സെക്ഷൻസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം. ചിലതിൽ കിഡ്സ് അലൗഡ് ആണ്, ചിലതിൽ കിഡ്സ് അലൗഡ് അല്ല. ഇതൊരു അടിപൊളി സ്ലൈഡാണ്. ബ്ലാക്ക് ഔട്ട് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒന്നും കൂടി പോവുകയാണ്. ഇതൊരു അടിപൊളിയാണ്. കാരണം ഫസ്റ്റ് ഒന്നും കുഴപ്പമില്ല, പക്ഷെ ഇതിൻ്റെ ലാസ്റ്റൊക്കെ എത്തുമ്പോൾ ഒരു ഡ്രോപ്പ് വരുന്നുണ്ട്. ഒരു അടിപൊളി ഡ്രോപ്പാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയില്ല. അടിപൊളി സ്ലൈഡാണ്. അപ്പോൾ നമ്മളിത് ചെയ്തിട്ട് ബാക്കിയുള്ള റിയാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അടിപൊളിയല്ലേ? ഇപ്പൊ ധൈര്യം വന്നോ? ഇത് അതേപോലെ തന്നെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള സ്ലൈഡാണ്, മാറ്റ് സ്ലൈഡ്. അപ്പോൾ എല്ലാവരും പോയി, നമ്മുടെ മാത്രമല്ലാത്ത എല്ലാവരും പോയി. അപ്പോൾ ഇത് അവർ കിഡ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അടിപൊളി സ്ലൈഡാണ് മാറ്റ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഒരുപാട് സ്ലൈഡ് ഉണ്ട് ഈ ഒരു ടവറിൽ തന്നെ. ഒരുപാട് അടിപൊളി സിംഗിളായിട്ടും അതേപോലെ തന്നെ ബോഡി സ്ലൈഡും അതേപോലെ തന്നെ ഫാമിലി ആയിട്ട് ടബിൽ പോകുന്ന ഒരുപാട് സ്ലൈഡുണ്ട്. അപ്പോൾ അടിപൊളി സ്ലൈഡാണ് ഇതൊക്കെ. ഇവിടെ പോയാൽ നമുക്ക് അതിലൂടെ വരുന്നത് കാണാൻ. നമ്മളത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതാ പോകുന്നു, നമ്മളത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പോണ് കാണാൻ. അടിപൊളി സ്ലൈഡാണ് ഇത്. അതേപോലെ തന്നെ ഒരു അടിപൊളി 90 ഡിഗ്രി ഡ്രോപ്പ്, വെർട്ടിക്കൽ ഡ്രോപ്പുള്ളൊരു സ്ലൈഡാണ്. ഫസ്റ്റ് തന്നെ എല്ലാവർക്കും പേടിയുള്ളൊരു സ്ലൈഡാണ്. അടിപൊളി സ്ലൈഡാണ്. ഓടിവാ, വേഗം പോ. അവിടെ പോയി വരുന്നുണ്ട്. അങ്ങോട്ട് കോർണർ ഗുഡ്. നമ്മുടെ അഞ്ഞായ്മ ഓടിക്കാം. ഇങ്ങനെ ഓടിക്കാം. അങ്ങനെ ഇങ്ങോട്ട് എൻജോയ് ചെയ്തില്ല നമ്മള്. റാഗി റാപ്പിലാണ് ഇറങ്ങിയിട്ടുള്ളത്.
അക്വമഞ്ചറിൻ്റെ വേറൊരു ആക്ടിവിറ്റിയാണ് ഈ റേജിങ് റിവർ എന്ന് പറയുന്നത്. ഇതൊരു വലിയ റിവറാണ്. ഇത് അക്വമഞ്ചറിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ നീണ്ടു കിടക്കുന്ന വലിയ റിവറാണ്. അപ്പോൾ നമുക്ക് പല എൻട്രീസും ഉണ്ട്, പല എക്സിറ്റും ഉണ്ട്. അപ്പോൾ നമുക്കിത് ഇറങ്ങിയാൽ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഇട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അതൊരു ഓട്ടോമാറ്റിക് ഒരു ഫ്ലോ ഉണ്ട് അതിന്, ഇങ്ങനെ വേവ് പോലെ. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒഴുകി നടക്കും. അടിപൊളിയാണ്. ഇത് നല്ലൊരു റിലാക്സിങ് ആക്ടിവിറ്റി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മൾ സ്ലൈഡ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതിലിങ്ങനെ കിടന്നു കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒഴുകി നടന്നോളും. ഈ റിവറിൻ്റെ പല ഭാഗത്തായിട്ട് പല രീതിയിലാണ്. ചിലയിടത്ത് നല്ല വേവ് കൂടുതൽ, ചിലയിടത്ത് വേവ് കുറവ്. അതുപോലെ തന്നെ ചിലയിടത്ത് വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ട് നല്ല അടിപൊളിയാണ്. ഇതുവരെ കണ്ട ക്ലിപ്പൊക്കെ നമ്മൾ ഫസ്റ്റ് ഒരു വട്ടം ഈ റിവറിൽ ഇറങ്ങിയതായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് കയറിയിട്ട് നമ്മൾ ഒരുപാട് സ്ലൈഡ്സ് കവർ ചെയ്തിട്ട് നമ്മൾ നല്ല ടയർഡായി. അപ്പോൾ നമ്മൾ പിന്നെ ഒന്നും കൂടി ഈ റിവറിൽ വന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഈ റിവറിൽ വരുന്നത്. ഇവിടെ വന്നിട്ട് നമ്മളൊന്ന് കിടന്നിട്ടും ഒന്ന് ഫ്ലോട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് പിന്നെ അടുത്ത വേറെ സ്ലൈഡ്സ് കവർ ചെയ്യാമെന്ന് വെച്ചിട്ട് സെക്കൻഡ് ടൈമാണ് നമ്മൾ ഈ പൂള് വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ടൈം വന്നതാണ്, ഇപ്പോൾ കണ്ടത് പിന്നെ രണ്ടാമത് കുറേ സ്ലൈഡ്സും കാര്യങ്ങളും കവർ ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ ചിലവരെ ലൈഫ് ജാക്കറ്റിലൊക്കെ കളർ ഡിഫറൻസ് കാണാൻ പറ്റും. ഇപ്പോൾ നമ്പറിൻ്റെലൊക്കെ ചെറിയ കളർ ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടാമത് നമ്മൾ വന്നത് അടിപൊളിയാണ്. കാരണം നമുക്കൊരു നല്ല ഇങ്ങനെ കിടന്നു കൊടുത്താൽ മതി, ആ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഫ്ലോട്ടിംഗ് ആണ്. എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഡോൾഫിൻ ഷോ നടക്കുന്ന സ്ഥലമാണ്. ഡോൾഫിൻ ഷോ എടുക്കുന്ന നല്ല സ്ഥലമാണ്. ഡോൾഫിൻ ഉണ്ട് ഇവിടെ. കുറച്ച് കഴിഞ്ഞ് നടക്കുന്നാണ് തോന്നുന്നത്. അപ്പോ എന്തായി? എൻജോയ് ചെയ്തു. ഓക്കെ, അക്വഞ്ചർ ഫുൾ ഡേ അടിച്ചു പൊളിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ എക്സിറ്റ് അടിച്ചിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ ഗായ്സ്, നമ്മൾ അക്വഞ്ചറിൽ ഫുൾ വാട്ടർ സ്ലൈഡ്സും എല്ലാതും എൻജോയ് ചെയ്ത് നമ്മൾ ഇറങ്ങിയിരിക്കുന്നു ലാസ്റ്റ്. സോ നമ്മളെ വാട്ടർ തീം പാർക്കിലെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടില്ലേ? സോ ഭയങ്കര അടിപൊളിയായിരുന്നു. വ്ളോഗ് എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, ഉഷാർ. നമ്മൾ
അതൊന്നല്ല മക്കളെ, സത്യാവസ്ഥ ഇവിടെ പേടിച്ച് ചില ആൾക്കാർ പേടിച്ചിട്ട് ഒന്നും കയറാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിച്ചു പൊളിച്ചു. ഇന്നത്തെ ഫുൾ ദിവസം നമ്മൾ രാവിലെ 10 മണിക്ക് പോയതാണ്, 6 മണി വരെ അക്വഞ്ചറിലായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു, അടിപൊളിയായിരുന്നു. അപ്പം എല്ലാവരും ഓഫർ ഉണ്ട് 1 get 1 വീക്ക് ഡേയ്സിൽ കേട്ടോ, വീക്കെൻഡ്ലി ഓഫർ ഇല്ല. അപ്പോൾ ഒരു ടിക്കറ്റ് വാങ്ങിയാൽ മതി, ഒരു ടിക്കറ്റ് ഫ്രീ ആണ്. അപ്പോൾ എല്ലാവരും പോയി എൻജോയ് ചെയ്യുക. അടിപൊളി വാട്ടർ സ്ലൈഡ്സ് ഒക്കെ, അടിപൊളി എന്താ പറയുക, വെർട്ടിക്കൽ ഡ്രോപ്പൊക്കെ ഉള്ള സ്ലൈഡ്സ് ഉണ്ടല്ലേ, അടിപൊളി വെർട്ടിക്കൽ മേലെ ഇങ്ങനെ താഴേക്ക് വരുന്ന ഒരുപാട് സ്ലൈഡ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ഫുൾ ഡേ അവിടെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ട് വിചാരിക്കണം. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. സോ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ, സി യു.